നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ISL ആരംഭിക്കുകയാണ്. നാളെ ഉദ്ഘാടന മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും മുംബൈ സിറ്റി FC തമ്മിൽ ഏറ്റുമുട്ടുന്നതോടുകൂടി ഇത്തവണത്തെ കിരീട പോരാട്ടങ്ങൾക്ക് തുടക്കമാവുകയായി. ആർക്കായിരിക്കും ഇത്തവണത്തെ കിരീട സാധ്യത കൂടുതലുള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. നമ്മൾ ഒരു പവർ റാങ്കിങ്ങിലേക്ക് കടക്കുകയാണ്. എല്ലാ റൗണ്ടിന് ശേഷവും പവർ റാങ്കിങ് വീഡിയോ അവതരിപ്പിക്കണമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പം മത്സരങ്ങൾക്ക് മുമ്പുള്ള പവർ റാങ്കിങ്, നിലവിലെ സ്ക്വാഡുകളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമാണ്. കാരണം ഓരോ ആളുകൾക്കും അവരുടെ പ്രിയപ്പെട്ട ക്ലബ്ബുകളും മറ്റുമൊക്കെ ഉണ്ടാവും. അവർക്ക് കൂടുതൽ സാധ്യത കൊടുക്കുക സാധാരണമാണ്. നമ്മളേതായാലും നമ്മുടെ ഒരു അഭിപ്രായം ഈ ഒരു പവർ റാങ്കിങ്ങിലൂടെ അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. എപ്പിസോഡ് 1 നമ്മൾ അതാണ് അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുക. ആരോഗ്യകരമായ മാന്യമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും ഇത്തവണത്തെ ISL ടീമുകളിൽ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത 13ാം സ്ഥാനത്ത് നമ്മൾ കാണുന്ന ഹൈദരാബാദ് FC ആണ്. ഇത്തവണത്തെ ISL ഏറ്റവും വലിയ ISL ആണ്. 13 ടീമുകൾ പങ്കെടുക്കുന്ന ISL ഇതുവരെ നടന്നതിൽ ഏറ്റവും വലുതാണ്. ഇനി അടുത്ത വർഷം ഇനിയും വലിപ്പം കൂടും. ഏതായാലും ഏറ്റവും കുറഞ്ഞ സാധ്യത നമ്മൾ ഹൈദരാബാദ് FCക്ക് കാണുന്നു. ഇപ്പം BC ജിൻഡാൽ ഗ്രൂപ്പ് അവരുടെ ടേക്ക് ഓവറൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും വേണ്ട വിധത്തിലൊരു പ്രീ സീസണൊന്നും ലഭിക്കാതെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഹൈദരാബാദ് FC ഏത് രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തുമെന്നുള്ളത് കണ്ടറിയണം. ബോട്ടം ഓഫ് ദി ടേബിളിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെയായിരിക്കും അവരെന്തായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളെന്തായാലും ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത കാണുന്നത് ഹൈദരാബാദ് FCക്കാണ്. 12ാം സ്ഥാനത്ത് ന്യൂ എൻട്രൻ്റ് ആയിട്ടുള്ള മുഹമ്മദൻ SCയെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നല്ല ഹിസ്റ്ററിയൊക്കെയുള്ള ക്ലബ്ബാണ്. അതുപോലെ തന്നെ കൊൽക്കത്ത ജയൻസ്, ബഗാൻ, ഈസ്റ്റ് ബംഗാൾ എന്നിവരോടൊക്കെ നല്ല റിവൽറി ഒക്കെ വെച്ച് നല്ല കളിയൊക്കെ കളിക്കുന്ന ടീമാണ്. മികച്ച താരങ്ങളെ അവർ എത്തിച്ചിട്ടുമുണ്ട്, അത് മറക്കുന്നില്ല. എന്നാൽ പോലും നമുക്കറിയാവുന്ന പോലെ പഞ്ചാബ് FC I ലീഗ് വിജയിച്ച് വന്നിട്ട് ISLൽ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ കണ്ടില്ല. അതുപോലെ മുഹമ്മദൻ SCക്കും I ലീഗിൻ്റെ നിലവാരമല്ല ISL എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ ഒരു സ്ട്രഗിളിങ് സമയം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ടാണ് 12ാമത് നമ്മളവരെ കിരീട സാധ്യതയിൽ ഉൾപ്പെടുത്തുന്നത്. ഏതായാലും അവർ കൂടുതൽ താരങ്ങളെ എത്തിച്ച് ശക്തമായിട്ട് ഇറങ്ങാൻ തന്നെയാണ് ഒരുങ്ങുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും മാർക്കസ് മെർഹുലാവ് ഒരു മികച്ച വിദേശ താരത്തെ മുഹമ്മദൻ SC സൈൻ ചെയ്യാൻ പോകുന്നതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കുക, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടോപ്പ് സ്കോററായിരുന്ന ലാൽ ഹൽസംഗയെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈസ്റ്റ് ബംഗാളിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. എന്നാൽ പോലും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു ക്യാമ്പയിന് ഈ സീസണിൽ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മുഹമ്മദൻ SC ഉള്ളത്. ഇനി 11ാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത് പഞ്ചാബ് FCയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില താരങ്ങളൊക്കെ ഒരു നഷ്ടപ്പെട്ടു. തലാൽ, ജോർഡൻ ഗില്ല് ഇങ്ങനെയുള്ളവരൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ഇത്തവണ പ്ലേ ഓഫ് അവർ സ്വപ്നം കാണുന്നുണ്ട്. അതിന് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. 11ാമതാണ് നമ്മൾ പഞ്ചാബ് FC കാണുന്നത്. ഇനി തൊട്ടടുത്ത സ്ഥാനത്ത്, അതായത് 10ാം സ്ഥാനത്തേക്ക് നമ്മൾ കാണുന്നത് ജംഷഡ്പൂർ FCയാണ്. ജംഷഡ്പൂർ FCയെ സംബന്ധിച്ചിടത്തോളം ഖാലിദ് ജമീലിൻ്റെ ജംഷഡ്പൂർ FC ഇത്തവണ ഏത് രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തും എന്നുള്ളത് കണ്ടറിയണം. ജെർമി മൻസോറോ ടീം വിട്ടു പോയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ക്ലബിനെ ഹേർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അവരുടെ ഫോറിൻ കോർ അവർ റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. ഹാവി ഹെർണാണ്ടസ്, ഹാവി സിവിഴിയോ, ജോർഡൻ മുഴെ, സ്റ്റീഫൻ എസെ, ലസാർ സിർക്കോവിച്ച് ഇങ്ങനെയുള്ളവർ JFCയെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു പവർ റാങ്കിങ്ങിൽ നമ്മൾ 10ാം സ്ഥാനം കൊടുക്കുന്നത് അവർക്കാണ്, ജംഷഡ്പൂർ FCക്കാണ്. 9ാം സ്ഥാനത്ത് നമ്മൾ ഇവാൻ വുക്കുമനോവിച്ചിൻ്റെ കീഴിൽ പോയ സീസണുകളിലൊക്കെ പ്ലേ ഓഫിലേക്ക് എത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിനാണ്. കാരണം ഇത്തവണ ഇവാനില്ല. ഇവാൻ്റെ ആ ഒരു കാരിസ്മാറ്റിക് പ്രസൻസ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമില്ല. ജീക്സൺ സിംഗ് ഇല്ല. മധ്യനിരയിലെ പ്രഗത്ഭനായ താരം ജീക്സൺ സിംഗിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടൊഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ നല്ല ഒരു പ്രീ സീസൺ കഴിഞ്ഞാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നത്. തായ്ലാൻഡിൽ പോയി പ്രീ സീസൺ കളിച്ചു. അതിനുശേഷം ഡ്യൂറൻ കപ്പ് കളിച്ചു. അതിനുശേഷവും ഇങ്ങനെ പ്രീ സീസൺ മത്സരങ്ങൾ ഇപ്പോൾ മുഹമ്മദൻ SCയോടൊക്കെ കളിച്ചു. അങ്ങനെയാണ് വരുന്നത്. മിക്കായൽ സ്റ്റെഹ്റ എന്ന പുതിയ കോച്ചിൻ്റെ കീഴിൽ മികച്ചൊരു പ്രകടനം നടത്താൻ കഴിയും ബ്ലാസ്റ്റേഴ്സിന് എന്ന് തന്നെ ഇപ്പോൾ ഒരു പ്രതീക്ഷ വരുന്നുണ്ട്. അതേസമയം ആരാധകർക്ക് ക്ലബിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ വലിയ രൂപത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നു. അത് പലവട്ടം നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കണ്ടതാണ്. എന്തൊക്കെ പറഞ്ഞാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ നിര മികച്ചു തന്നെയാണ്. നോഹ് സദോയും അഡ്രിയാൻ ലൂണയും ഹ്യൂമിനസും ഒക്കെ അടങ്ങുന്ന മുന്നേറ്റ നിര അതിൽ വലിയ പ്രതീക്ഷയുണ്ട്.
പക്ഷേ ഡൊമസ്റ്റിക് കോറിൻ്റെ കാര്യത്തിൽ വീക്കെൻഡാണ് എന്നൊരു തോന്നലാണ് ഉണ്ടാക്കുന്നത്. അത് ഒരല്പം ബുദ്ധിമുട്ട് സീസൺ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാക്കും, അതിൽ സംശയമില്ല. അതിലും 9ാം സ്ഥാനമാണ് നമ്മുടെ ഈ ഒരു കിരീട സാധ്യതയിൽ ഇപ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കൊടുക്കുന്നതെങ്കിൽ 8ാം സ്ഥാനത്ത് ബംഗളൂരു FC ആണ് വരുന്നത്. സുനിൽ ഛേത്രിയുടെ ഒരു പക്ഷേ ഫൈനൽ പ്രൊഫഷണൽ ഫുട്ബോളിലെ ഫൈനൽ സീസൺ ആവാൻ സാധ്യതയുണ്ട്. ബംഗളൂരു FC പക്ഷേ മികച്ച താരങ്ങളെ എത്തിച്ചുകൊണ്ട് പോരാടാൻ തന്നെ തയ്യാറാവുന്നു. ഹോർഗെ പെരഡയസും ആൽബർട്ടോ നൊഗേര, രാഹുൽ ബേക്കി ഇവരെയൊക്കെ മുംബൈ സിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രൈക്കർ ശിവശക്തി നാരായൺ അദ്ദേഹത്തിൻ്റെ ഒരു ഫോം തിരികെ പിടിക്കും എന്നുള്ള പ്രതീക്ഷ. സുനിൽ ഛേത്രി തൻ്റെ അവസാനത്തെ സീസൺ മിന്നുന്ന പ്രകടനം നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കാൻ അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ടാവും. ഏതായാലും ബംഗളൂരു FCക്ക് നമ്മൾ നൽകുന്ന കിരീട സാധ്യതയുടെ ആ ഒരു സ്ഥാനം 8ആണ്. ഇനി പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനത്ത് ചെന്നൈയിൻ FC. യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊആക്റ്റീവായിട്ടുള്ള സമ്മർ ട്രാൻസ്ഫർ വിൻഡോയാണ് കടന്നുപോയിരിക്കുന്നത്. നേരത്തെ തന്നെ അവരുടെ മിക്ക ഡീലുകളും അവർ കംപ്ലീറ്റ് ചെയ്തു, ജൂൺ മാസത്തോടുകൂടിയൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഓവൻ ഗോയലിന് മികച്ച രൂപത്തിലുള്ള ഒരു ടീമിനെ ഫീൽഡ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കിയാൻ നസീരി, അതുപോലെ തന്നെ ഗുർക്കിരാജ് സിംഗ് ഇവരെല്ലാം ചെന്നൈയിൻ FCയിലേക്ക് മൂവ് ചെയ്തിട്ടുള്ളത് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആക്കി കാര്യങ്ങൾ മാറ്റുന്നുണ്ട്. എന്തായാലും ചെന്നൈയിൻ FCയാണ് നമ്മൾ അടുത്ത സ്ഥാനത്ത് കാണുന്നത്. ഇനി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയാണ് നമ്മളിപ്പോൾ അടുത്ത സ്ഥാനത്ത് കാണുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഫൈനലി അവർ ഒരു കിരീടത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. അവരുടെ ഫസ്റ്റ് എവർ ട്രോഫിയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഡ്യൂറൻ കപ്പ് ഫൈനലിൽ മോഹൻ ബഗാനെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് അവർ കിരീടം ചൂടി. എന്തായാലും യുവാൻ പെഡ്രോ ബെനാലി ഹൈലൻഡേഴ്സിന് വലിയ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒരു പ്ലേ ഓഫ് സ്പോട്ട് അവരെന്തായാലും സ്വപ്നം കാണുന്നുമുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ അവരുടെ യങ് സ്ട്രൈക്കിംഗ് ടാലൻറ്റ് പാർത്ഥിബ് ഗൊഗോയി, അദ്ദേഹം ഇനിയും മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് തുടരും എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട്. ഒരു ട്രോഫി അണ്ടർ ദി ബെൽറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ പ്രഷർ ഒഴിവായി കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് കൂടുതൽ മികവിലേക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇനി അവർക്ക് മുകളിൽ നമ്മൾ കാണുന്നത് ഈസ്റ്റ് ബംഗാളിനെയാണ്. ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അൻവർ അലിയുടെ വിഷയത്തിൽ ഒരു ചെറിയ തിരിച്ചടി ഏറ്റിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ കാർലസ് കുദ്രത്തിൻ്റെ ഈസ്റ്റ് ബംഗാളിന് സ്റ്റിൽ മികച്ച രൂപത്തിലുള്ള സാധ്യത എല്ലാവരും കൽപ്പിക്കുന്നുണ്ട്. ഏതായാലും അവരുടെ ഒരു ടീമിൻ്റെ കാര്യം നോക്കുക. ദിമിത്രിയോസ് ഡയമൻഡോസിനെ കൊണ്ടുവന്നു, ചീക്സൻ സിംഗിനെ കൊണ്ടുവന്നു, മെഹദി തലാലിനെ കൊണ്ടുവന്നു. സോ നല്ല രൂപത്തിലുള്ളൊരു സ്ക്വാഡായിട്ട് അവർ മാറുന്നു. ഡേവിഡ് ലാൽ ഹൽസംഗയെ കൊണ്ടുവരുന്നു. ഐ ലീഗിലെ ടോപ്പ് ഇന്ത്യൻ സ്കോററായിരുന്നു ലാസ്റ്റ് സീസണിൽ. സോ അവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വകയുള്ള മികച്ച ഒരു സ്ക്വാഡും കൊണ്ടാണ് ഈസ്റ്റ് ബംഗാൾ വരുന്നത് എന്ന് പറയാം. അപ്പോൾ ഈസ്റ്റ് ബംഗാളിന് നമ്മൾ കൊടുക്കുന്നത് 5ാം സ്ഥാനമാണ്. ഇനി അടുത്തത് ഈസ്റ്റ് ബംഗാളിൻ്റെ മുകളിൽ നമ്മൾ 4ാം സ്ഥാനം കൊടുക്കുന്നത് ഒഡീഷ FCക്കാണ്. സോ ഒഡീഷ FCയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കൂടി മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് അവർക്ക് നടത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ അവർ അവരുടെ ഫോറിൻ കോർ ഓൾമോസ്റ്റ് അവർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹ്യൂഗോ ബോമാസിനെ എത്തിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തവണയും അവർക്ക് നല്ല സാധ്യതയുണ്ട് എന്ന് തന്നെ പറയാം. 4ാമതാണ് നമ്മൾ ഒഡീഷ FC കാണുന്നത്. 3ാം സ്ഥാനത്ത് FC ഗോവയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോച്ച് മനാലോ മാർക്കസ് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചുമായിട്ടുണ്ട്. സോ ഡ്യുവൽ റോളാണ് അദ്ദേഹം വഹിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചെറിയ പ്രശ്നമുണ്ടാക്കുന്നത്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ടീമിനെ മികച്ച രൂപത്തിൽ ഈ സീസണിലും കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മികച്ച രൂപത്തിലുള്ള പ്രീ സീസണും മറ്റുമൊക്കെ കഴിഞ്ഞു വരുന്ന അവരുടെ ടീമിന് നല്ല പ്രതീക്ഷ എന്തായാലും ആരാധകർ ഇപ്പോൾ വെക്കുന്നുണ്ട്. ഇനി 2ാം സ്ഥാനത്ത് നമ്മൾ കാണുന്ന മുംബൈ സിറ്റി FC ആണ്. അവരവരുടെ ടീമിലേക്ക് ഇപ്പം പ്രത്യേകിച്ച് ഓവർസീസ് റോസ്റ്റർ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. റിലേറ്റീവ്ലി യങ്ങർ പ്ലേയേഴ്സിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ലാമാസിയ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ജോൺ ടോഡൽ വരുന്നു. എന്തായാലും അദ്ദേഹം മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് ടോപ്പ് ഫ്ലൈറ്റുകളിൽ നടത്തിയിട്ട് വരുന്നയാളാണ്. ഇപ്പോൾ സ്പെയിനിൽ, സ്കോട്ട്ലൻഡിൽ, ഗ്രീസിൽ ഒക്കെ കളിച്ചിട്ടുള്ള ആളാണ്. സോ അദ്ദേഹത്തിൽ നിന്ന് മികച്ചൊരു പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നു. മുംബൈ സിറ്റിയുടെ കരുത്ത് എല്ലാവർക്കും അറിയാം. അതവർ ഈ സീസണിലും പുറത്തെടുക്കും, മികച്ച പ്രകടനം നടത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. 1ാം സ്ഥാനത്ത് പക്ഷേ നമ്മൾ കാണുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ മികച്ച ട്രാൻസ്ഫറുകൾ നടത്തി ടീം ഒന്നുകൂടി ശക്തമാക്കിയിട്ടുണ്ട്. ലാലൻ മാവിയ റാൾട്ടയെ അവർ മുംബൈ സിറ്റി FCയിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട്. അത് അവരുടെ ഇന്ത്യൻ മിഡ്ഫീൽഡ് കോർ ഒന്നുകൂടി ശക്തിപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല.
അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ മുന്നേറ്റ നിര നോക്കുക, അതിശക്തമായിട്ടുള്ള മുന്നേറ്റ നിരയായിട്ട് അവർ മാറുന്നുണ്ട്. കൂടാതെ തന്നെ അവർ ജേമി മാക്ലറിനെ കൊണ്ടുവന്നു. എ ലീഗിലെ ഓൾ ടൈം ടോപ്പ് സ്കോററാണ്. അദ്ദേഹം ദിമിത്രിയോസ് പെറ്ററ്റോസിനെ പോലെയുള്ള താരങ്ങളോടൊപ്പം കളിക്കും. ടോപ്പ് ഹെവിയാണ് അവരുടെ ടീം. അതായത് മാക്ലറന്, പെറ്ററ്റോസ്, ജെയ്സൺ കമിൻസ്, ഗ്രെഗ് സ്റ്റീവർട്ട്. സോ അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റ നിരയും കൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇറങ്ങുന്നു. മധ്യനിരയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ മിഡ്ഫീൽഡേഴ്സിനെ തന്നെയാണ്. അതിലേക്കാണ് ഇപ്പം ലാലമ്മ വിയറാൾട്ടയെ കൂടി കൊണ്ടുവന്നിട്ടുള്ളത് എന്ന കാര്യം കൂടി നോക്കുക. മൊത്തത്തിൽ അതിശക്തമായിട്ടുള്ള സ്ക്വാഡുമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇറങ്ങുമ്പോൾ അവർക്ക് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുന്നു നമ്മുടെ പവർ റാങ്കിങ്ങിൽ. ഒരിക്കൽ കൂടി വളരെ പെട്ടെന്ന് പവർ റാങ്കിങ് ഒന്ന് പറയാം. ഏറ്റവും കൂടുതൽ കിരീട സാധ്യത നമ്മൾ കാണുന്നത് MBSGക്കാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനാണ് അവർ 1-ാമത്. 2 മുംബൈ സിറ്റി FC, 3 FC ഗോവ, 4 ഒഡീഷ FC, 5 ഈസ്റ്റ് ബംഗാൾ, 6 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, 7 ചെന്നൈയിൻ FC, 8 ബംഗളൂരു FC, 9 കേരള ബ്ലാസ്റ്റേഴ്സ് FC, 10 ജംഷഡ്പൂർ FC, 11 പഞ്ചാബ് FC, 12 മുഹമ്മദൻസ് FC, 13 ഹൈദരാബാദ് FC. ഇതാണ് നമ്മുടെ ഒരു പവർ റാങ്കിങ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീഡിയോ എത്താം.